الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له أشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إياك نعبد وإياك نستعين ബഹുമാന്യരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, സർവശക്തനായ അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും വിധികളും വിലക്കുകളും ജീവിതത്തിൻ്റെ എല്ലാ സമയങ്ങളിലും സുഖത്തിലും സന്തോഷത്തിലും സങ്കടത്തിലും പ്രയാസത്തിലും എല്ലാ അവസരങ്ങളിലും അള്ളാഹുവിൻ്റെ കൽപ്പനകൾ മുറുകെ പിടിച്ചു ജീവിച്ച് മുത്തഖികളായി ജീവിക്കുവാൻ പരിശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു തആല അവൻ ഇഷ്ടപ്പെടുന്ന മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. ഇസ്ലാം മനുഷ്യരോട് കൽപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന ലാ ഇലാഹ ഇല്ലല്ലാ എന്നതാണ് എന്ന് നമ്മളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. ആ ലാ ഇലാഹ ഇല്ലല്ലയാണ് ഒരു മുസ്ലിമിൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. ആ ലാ ഇലാഹ ഇല്ലല്ലയെ എത്രമാത്രം മുറുകെ പിടിച്ചു ജീവിക്കാൻ ഒരു വിശ്വാസിക്ക് സാധിക്കുന്നുണ്ടോ എന്നതാണ് അവൻ്റെ ജീവിതത്തിൻ്റെ വിജയം നിശ്ചയിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ തന്നെയാണ് പഠിപ്പിച്ചത്. ലാ ഇലാഹ ഇല്ലല്ല പ്രഖ്യാപിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്താൽ അവൻ സ്വർഗാവകാശിയാവും എന്ന് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. അസ്അലുന്നാസി ബിശഫാഅതി യൗമൽ ഖിയാമത്തി മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ്. നാളെ പരലോകത്ത് എൻ്റെ ശുപാർശ ലഭിക്കുന്ന ഏറ്റവും സൗഭാഗ്യവാന്മാരായ മനുഷ്യന്മാർ അവർ ലാ ഇലാഹ ഇല്ലല്ലാ പ്രഖ്യാപിച്ച് അതനുസരിച്ച് ജീവിക്കുന്നവരാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. عن معاذ بن جبل رضي الله عنه قال رسول الله صلى الله عليه وسلم من كان آخر كلامه لا إله إلا الله دخل الجنة. ഈ ഭൂമിയിൽ നിന്ന് ഒരു മനുഷ്യൻ മരണപ്പെട്ടു പോകുമ്പോൾ അവൻ്റെ അവസാനത്തെ പ്രഖ്യാപനം ലാ ഇലാഹ ഇല്ലല്ലാ എന്നായാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. അൻ അബീ ദർ റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് അതാനി ജിബ്രീൽ. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എൻ്റെ അടുക്കൽ വന്നു. എൻ്റെ ഉമ്മത്തുമായി ബന്ധപ്പെട്ട ഏറ്റവും സന്തോഷകരമായ ഒരു വർത്തമാനം എന്നോട് പറഞ്ഞിരിക്കുന്നു. ഏതാണ് ആ വർത്തമാനം? അന്നഹു മൻ മാത ലാ യുശ്രികു ബില്ലാഹി ഷൈഅൻ ദഖലൽ ജന്ന. ലാ ഇലാഹ ഇല്ലല്ലക്ക് വിരുദ്ധമായി യാതൊന്നും പ്രവർത്തിക്കാതെ
അഥവാ ശിർക്ക് ചെയ്യാതെ ഒരാൾ മരണപ്പെട്ടു പോയാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്നാണ് ജിബ്രീൽ എനിക്ക് നൽകിയ ആ സന്തോഷ വർത്തമാനം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് പ്രവാചകനെ വ്യക്തിപരമായി സന്തോഷിപ്പിക്കുന്നതിനേക്കാളേറെ എപ്പോഴും പ്രവാചകനെ സന്തോഷിപ്പിക്കാറ് ഈ ഉമ്മത്തുമായി ബന്ധപ്പെട്ട സന്തോഷ വർത്തമാനങ്ങളാണ്. അതുകൊണ്ട് തന്നെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് നമുക്കും ആ സന്തോഷം പകർന്നു തന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാത്ത ഒരു ആരാധ്യൻ എൻ്റെ ജീവിതത്തിൽ ഇല്ല. എൻ്റെ ജീവിതത്തിലെ ആരാധനകളൊക്കെ ഇബാദത്തുകളൊക്കെ അല്ലാഹുവിന് മാത്രമായിരിക്കും എന്ന് പ്രഖ്യാപിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്തവൻ ഈ ലോകത്തിലെ ഭാഗ്യവാനാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മറ്റൊരിക്കൽ പറഞ്ഞത്, അനിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ ഖാല സമിഅ്തു നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു മാ മിൻ മുസ്ലിമിൻ യമൂതു ഫയഖൂമു അലാ ജനാസതിഹി 40 റജുലൻ ലാ യുശ്രികൂന ബില്ലാഹി ശൈആ ഇല്ലാ ശുഫിഉ ഫീഹി. ഒരു വ്യക്തി മരണപ്പെട്ടു. അയാൾക്ക് വേണ്ടി നമസ്കരിക്കാൻ വന്ന ആളുകൾ, അതിൽ ഒരു 40 ആളുകൾ അള്ളാഹുവിൽ യാതൊന്നും പങ്കു ചേർക്കാത്ത ആളുകളാണ്. അഥവാ ശിർക്ക് ചെയ്യാതെ തൗഹീദ് അനുസരിച്ച് ജീവിച്ച വലിയ വലിയ കുടുംബക്കാരോ വലിയ വലിയ നേതാക്കളോ വലിയ വലിയ രാഷ്ട്രീയ നേതാക്കന്മാരോ വലിയ സ്വാധീനമുള്ളവരോ അവരൊക്കെ പങ്കെടുത്തോ ഇല്ലേ എന്നുള്ളത് നമ്മുടെ ജനാസ നമസ്കാരത്തിൽ പ്രസക്തമേ അല്ല. നമ്മുടെ ജനാസ നമസ്കാരം, നമ്മൾ മരിച്ചാൽ നമ്മുടെ മയ്യത്ത് നമസ്കാരം പ്രസക്തമാകുന്നത് അതിൽ പങ്കെടുത്ത നേതാക്കന്മാരുടെ വലിപ്പമോ പങ്കെടുത്ത ആളുകളുടെ എണ്ണമോ പള്ളി നിറഞ്ഞോ താഴെയും മേലെയൊക്കെ ആളുണ്ടായോ ഇതൊന്നുമല്ല. ഒരു 40 ആളുകൾ, തൗഹീദുള്ള ആളുകൾ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉള്ള ആളുകൾ, ശിർക്ക് ജീവിതത്തിൽ ഇല്ലാത്ത ഒരു 40 ആളുകൾ ഒരു വ്യക്തിയുടെ മയ്യത്ത് നമസ്കാരത്തിൽ പങ്കെടുത്താൽ ഇല്ലാ ശുഫിഉ ഫീഹിന, അവരുടെ ആ പ്രാർത്ഥന ഉണ്ടല്ലോ അത് ഒരു ശുപാർശയായി അല്ലാഹു തആല സ്വീകരിക്കുന്ന, പടച്ചോനെ പുറത്തു കൊടുക്കണേ കരുണ കാണിക്കണേ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, അത് പടച്ചോൻ സ്വീകരിക്കും. അപ്പം നമ്മളൊക്കെ ഒരു തൗഹീദുള്ള ആൾക്കാരോട് എപ്പോഴും പറഞ്ഞു വെക്കണം, പിന്നെ ഞാൻ മരിച്ചാൽ ഈ മയ്യത്ത് നിസ്കരിക്കാൻ വരണം കേട്ടോ. ഒരു 40 ആളുകൾ, ആ തൗഹീദുള്ള ആളുകൾ അതിലുണ്ടാവുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ് എന്നർത്ഥം. ഞാൻ സൂചിപ്പിച്ചത് ലാ ഇലാഹ ഇല്ലല്ലയുടെ പ്രാധാന്യത്തെക്കുറിച്ചും അതിൻ്റെ പ്രസക്തിയെക്കുറിച്ചുമാണ്. ആ ലാ ഇലാഹ ഇല്ലല്ലയുടെ പ്രാവർത്തികമായ രൂപമാണ് ഒരു ദിവസത്തിൽ പലവട്ടം നമ്മൾ ആവർത്തിച്ചാവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ഒരു ആയത്ത്, ഞാൻ ഓതി വെച്ച ആയത്ത് സൂറത്തുൽ ഫാത്തിഹയിലെ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇയ്യാക എന്ന അറബി പദത്തിന്റെ അതിൻ്റെ വ്യാകരണവും അതിൻ്റെ മറ്റു രൂപങ്ങളുമൊക്കെ വെച്ച് നോക്കുമ്പോൾ അതിൻ്റെ അർത്ഥം ഇയ്യാക, നിന്നെ മാത്രം. ആ മാത്രം എന്ന പദത്തിലേക്ക് അതിനെ ചുരുക്കി കൊണ്ടുവരുന്ന ഒരു രൂപമാണ്. അപ്പൊ ഇയ്യാക നഅ്ബുദു, നിനക്ക് മാത്രം ഞങ്ങൾ ഇബാദത്തുകൾ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു. അതാണല്ലോ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആരാധ്യനായി അല്ലാഹുവല്ലാതെ മറ്റാരും ഇല്ല. അതിൻ്റെ പ്രഖ്യാപനം നിന്നെ മാത്രമേ ഞങ്ങൾ ആരാധിക്കൂ. വഇയ്യാക നസ്തഈൻ. നസ്തഈൻ ഇസ്തിആനത്ത് എന്നാണ് ആ പദം. ഇസ്തിആനത്ത് എന്ന് പറഞ്ഞാൽ സഹായം തേടുക, ഒരു സഹായം ചോദിക്കുക. ഈ ഇസ്തിആനത്ത് അഥവാ സഹായം തേടൽ സാധാരണ വ്യക്തികൾ തമ്മിലുള്ള സഹായം, ഒരു 10 രൂപ തരുമോ, ഇതൊന്നും എടുത്തു തരുമോ, അതൊന്നും തുറക്കുവോ അടക്കോ, ആ സഹായാർത്ഥനകളല്ല. മനുഷ്യ കഴിവിനപ്പുറത്തുള്ള ദിവ്യമായ ഒരു ശക്തിയിൽ വിശ്വസിച്ചുകൊണ്ടുള്ള സഹായാർത്ഥന. ആ സഹായാർത്ഥന നിന്നോട് മാത്രമേ ഞങ്ങൾ ചെയ്യുകയുള്ളൂ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഒരു ദിവസത്തിൽ എത്ര വട്ടം നമ്മൾ ഈ ആയത്ത് ആവർത്തിച്ച് പറയുന്നുണ്ടെന്നറിയും. അത് അല്ലാഹു തആല കൽപ്പിച്ചത് കൊണ്ടാണല്ലോ നമ്മൾ പറയുന്നത്. ഇത്രയും പ്രാവശ്യം അള്ളാഹുവിനോട് നിനക്ക് മാത്രമേ ഞങ്ങൾ ഇബാദത്തുകൾ ചെയ്യൂ,
നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായങ്ങൾ തേടൂ എന്ന് പ്രതിജ്ഞ മനുഷ്യൻ ആവർത്തിച്ച് പറയുന്നുണ്ട് ഒരു മുസ്ലിം. പിന്നെ എങ്ങനെയാണ് ആ മുസ്ലിങ്ങളിൽ ഇതിന് വിരുദ്ധമായ പ്രവർത്തനങ്ങൾ ഉണ്ടാകുന്നത്? അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്, വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹ് ഇല്ലാ വഹും മുശ്രികൂൻ. ശ്രദ്ധിച്ച് കേൾക്കണം, ആയത്തൊന്നും നമ്മൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട ഒരു ആയത്താണ്. ചില ആളുകളൊക്കെ പറയാറുണ്ട്, ചില ആളുകൾ തെറ്റായി മനസ്സിലാക്കിയിട്ടുണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് ഒരാൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ അയാളിൽ ശിർക്ക് ഉണ്ടാവുകയില്ല എന്നുള്ള ഒരു മിഥ്യാധാരണ, തെറ്റായ ധാരണ. അല്ലാഹു തആല ഖുർആനിൽ പറയുന്നത് വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹ്, അവരിൽ അധികം ആളുകളും അല്ലാഹുവിൽ വിശ്വസിക്കുന്നില്ല, ഇല്ലാ വഹും മുശ്രികൂൻ, അവർ ശിർക്ക് ചെയ്തുകൊണ്ടല്ലാതെ. എങ്ങനെയാണ് ആ വാക്കിനെ നമ്മൾ കൂട്ടി വായിക്കുക? വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹ്, അവരിൽ അധികം ആളുകളും അല്ലാഹുവിൽ വിശ്വസിക്കുന്നില്ല, ഇല്ലാ വഹും മുശ്രികൂൻ, അവർ ശിർക്ക് ചെയ്യുന്നവരായിക്കൊണ്ടല്ലാതെ. എന്ന് പറഞ്ഞാൽ അവർ അധികം ആളുകളും അല്ലാഹുവിൽ വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ ആ അല്ലാഹുവിൽ വിശ്വസിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ അവരുടെ ജീവിതത്തിൽ അതിൻ്റെ കൂടെ ശിർക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കും. കുറച്ചാളുകളല്ല, അവരിൽ കുറച്ചാളുകൾ അങ്ങനെയാണ് എന്നല്ല അല്ലാഹു പറഞ്ഞത് കേട്ടോ. വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹ്, അക്സർ എന്ന് പറഞ്ഞാൽ കൂടുതലാണ്. അവരിൽ കൂടുതൽ ആളുകളും അല്ലാഹുവിൽ വിശ്വസിക്കുന്നത് ശിർക്ക് ചെയ്തുകൊണ്ടാണ്. അവർ അല്ലാഹുവിൽ വിശ്വസിക്കുന്നുണ്ട്, അതോടൊപ്പം തന്നെ അവരുടെ ജീവിതത്തിൽ ശിർക്കുണ്ട്. എന്താണ് ഈ ശിർക്കിന്റെ അവസ്ഥ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിശുദ്ധ ഖുർആനിൽ വളരെ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തന്നു. വലഖദ് ഊഹിയ ഇലൈക വഇലല്ലദീന മിൻ ഖബ്ലിക ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക. ശിർക്ക് ഒരാളിൽ വന്നു പോയാൽ അവന്റെ ഒരു അമലും പിന്നെ അള്ളാഹ്ക്ക് വേണ്ട, അതൊക്കെ അസ്വീകാര്യമാണ്, അവൻ നരകത്തിലെത്തും. ഇന്നഹു മൻ യുശ്രികു ബില്ലാഹി ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന. ആരിലാണോ ശിർക്ക് സംഭവിച്ചു പോകുന്നത്, ഹറമല്ലാഹു അലൈഹിൽ ജന്ന, അല്ലാഹു അവന് സ്വർഗം നിഷിദ്ധമാക്കും. ഒരു കാലത്തും ഒരിക്കലും അവൻ സ്വർഗത്തിലേക്ക് എത്തുകയില്ല. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. ശിർക്ക് അല്ലാത്ത മറ്റു പാപങ്ങളൊക്കെ അല്ലാഹു ഒരു വ്യക്തിക്ക് പുറത്തു കൊടുത്തേക്കാം, ശിർക്ക് അല്ലാഹു ഒരാൾക്ക് പുറത്തു കൊടുക്കുകയില്ല. വമൻ യുശ്രിക് ബില്ലാഹ്, ആരെങ്കിലും അല്ലാഹുവിൽ പങ്കു ചേർത്താൽ ഫഖദ് ളല്ല ളലാലം ബഈദാ, അവൻ ഏറ്റവും വ്യക്തമായ വഴികേടിലെത്തിയിരിക്കുന്നു. ഇങ്ങനെയൊക്കെ കൃത്യമായിട്ട് പച്ചക്ക് വിശദീകരണം ആവശ്യമില്ലാതെ അല്ലാഹു ഖുർആനിലൂടെ പ്രവാചകന്റെ നാവുകളിലൂടെ ഈ ലോകത്ത് വന്ന മുഴുവൻ പ്രവാചകന്മാരിലൂടെയും അല്ലാഹു ലോകത്തിന് ഈ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ സമൂഹത്തിലെ ഭൂരിപക്ഷം ആളുകളും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുമ്പോൾ തന്നെ അതിന് വിരുദ്ധമായ ശിർക്കിലേക്ക് അവർ പോകുന്നു. എന്നാൽ അല്ലാഹുവിന് മാത്രം കൊടുക്കണമെന്ന് പറയുന്ന ആരാധന അല്ലാഹു അല്ലാത്തവരിലേക്ക് പോകുന്നു. അല്ലാഹുവിനോട് മാത്രമേ പാടുള്ളൂ എന്ന് പറയുന്ന സഹായാർത്ഥനകൾ അല്ലാഹു അല്ലാത്തവരിലേക്ക് പോകുന്നു. അങ്ങനെയാണ് ശിർക്ക് ഉണ്ടാകുന്നതും ശിർക്ക് നിലനിൽക്കുന്നതും. അപ്പൊ സ്വാഭാവികമായിട്ടൊരു ചോദ്യം ഉണ്ടാവാം, ഇത്രയൊക്കെ കൃത്യമായിട്ട് പറയുകയും പഠിപ്പിക്കുകയും ചെയ്തിട്ടും പിന്നെ എങ്ങനെയാണ് ജനങ്ങൾ ഈ രൂപത്തിൽ അല്ലാഹു അല്ലാത്തവരെ ആരാധിക്കുന്ന, അല്ലാഹു അല്ലാത്തവരോട് സഹായം തേടുന്ന, പ്രാർത്ഥിക്കുന്ന അവസ്ഥ എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ അതിൻ്റെ ചില കാരണങ്ങൾ പറയുന്നുണ്ട്. പണ്ട് കാലം മുതലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് എന്നല്ല, അതിനു മുമ്പുള്ള കാലം മുതലേ ശിർക്ക് എന്ന ഈ സംഗതി ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ശേഷം ഒരു 10 തലമുറ ഈ ലോകത്ത് ശിർക്കില്ലാതെ ജീവിച്ചിട്ടുണ്ട്. അവർക്ക് ശിർക്ക് എന്താണെന്ന് അറിയില്ല, അവർ ശിർക്ക് ചെയ്തിട്ടില്ല, റബ്ബിനോട് മാത്രം ആരാധിച്ച് പ്രാർത്ഥിച്ചാണ് അവർ ജീവിച്ചത്. അതിന് ശേഷം വന്ന തലമുറയിലാണ് ശിർക്കിന്റെ ചെറിയ മിന്നലാട്ടങ്ങൾ പതുക്കെ പതുക്കെ പ്രത്യക്ഷപ്പെട്ടത്. അവരുടെ കൂട്ടത്തിൽ ജീവിച്ചിരുന്ന
മഹാന്മാരായ ചില ആളുകൾ മരണപ്പെട്ടു പോയപ്പോൾ ആ മരണപ്പെട്ടവരുടെ ഓർമ്മയ്ക്ക് വേണ്ടി അവരോടുള്ള ആദരവിന്റെ ഭാഗമായി, ബഹുമാനത്തിന്റെ ഭാഗമായി പിൽക്കാലത്ത് അവരുടെ ഖബറുകൾ പതുക്കെ പതുക്കെ പ്രത്യേക രൂപത്തിൽ സൂക്ഷിക്കപ്പെടുകയും പിന്നീട് ആ ഖബറുകളിലേക്ക് ജനങ്ങളുടെ പ്രാർത്ഥനയും ആരാധനയും ഒക്കെ വഴിമാറുകയും ചെയ്തു എന്നതാണ് ശിർക്കിന്റെ ആദ്യ രൂപങ്ങളായി തഫ്സീറുകളിൽ പഠിപ്പിക്കപ്പെടുന്നത്. പിന്നീടുള്ള കാലഘട്ടങ്ങളിലൊക്കെ ഈ തൗഹീദും ശിർക്കും തമ്മിലുള്ള ഏറ്റുമുട്ടലുകൾ ഉണ്ടായി. ഓരോ പ്രവാചകന്മാർ വരുമ്പോഴും ആ പ്രവാചകന്മാർ ജനങ്ങൾക്കിടയിൽ ഏറ്റവും അധ്വാനിച്ച് പണിയെടുത്ത് കഷ്ടപ്പെട്ട് പ്രചരിപ്പിച്ചത്, യുദ്ധങ്ങളും പ്രയാസങ്ങളും കഷ്ടപ്പാടും സഹിച്ചത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിപ്പിക്കാനാണ്. ഈ ലോകത്തെ സൃഷ്ടിച്ചത് അല്ലാഹുവാണ് എന്ന് പഠിപ്പിക്കാൻ പ്രവാചകൻ ഒട്ടും പ്രയാസപ്പെടേണ്ടി വന്നിട്ടില്ല. അത് ആ ജനങ്ങളൊക്കെ അംഗീകരിച്ചിരുന്ന കാര്യം. അല്ലാഹ് പറയുന്നുണ്ട് ഖുർആനിൽ, മുഹമ്മദ് നബിയെ നീ ഒന്ന് ചോദിക്ക്, ആരാണ് ആകാശഭൂമികൾ സൃഷ്ടിച്ചത്, ആരാണ് മഴ പെയ്യിക്കുന്നത്, ആരാണ് നിങ്ങൾക്ക് അന്നം നൽകുന്നത്, വമൻ യുദബ്ബിറുൽ അംറ, ഈ ലോകത്തിന്റെ കാര്യങ്ങളൊക്കെ ആരാ നിയന്ത്രിക്കുന്നത്? അവര് പറഞ്ഞ മറുപടി അല്ലാഹ്. അത് പഠിപ്പിക്കാൻ റസൂലുള്ളാഹിക്ക് വേർക്കേണ്ടി വന്നിട്ടില്ല. പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് അള്ളയാണ് എന്ന വിഷയത്തിൽ അവർക്കൊട്ട് തർക്കമല്ല. പിന്നെ എവിടെ പ്രശ്നം ഉണ്ടായത്? ആരാധനകൾ അള്ളാഹുവിന് മാത്രം അത് അവർക്ക് അംഗീകരിക്കാൻ പറ്റില്ല. അവർ പ്രവാചകനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഞങ്ങളുടെ മുഴുവൻ ഇലാഹുകളെയും നീ ഒരൊറ്റ ഇലാഹാക്കി ചുരുക്കിയോ എന്നാ ചോദിച്ചത്. ഞങ്ങൾ ആരാധിക്കുന്ന, ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കുറേ വസ്തുക്കൾ ഈ കഅബയുടെ ചുറ്റുഭാഗത്തൊക്കെ ഉണ്ട്. അതൊക്കെ ഒഴിവാക്കിയിട്ട് ഒറ്റ അള്ളാനോട് പ്രാർത്ഥിക്കണം, ഒറ്റ അള്ളാനെ ആരാധിക്കണം എന്നാണോ നീ പറയുന്നത് എന്നതായിരുന്നു അവരുടെ അത്ഭുതത്തോടു കൂടിയുള്ള ചോദ്യം. ഈ ആളുകളൊക്കെ പലപ്പോഴും അള്ളാഹു അല്ലാത്ത ആളുകൾക്ക് ആരാധന ചെയ്യുക, അവർക്ക് നേർച്ചകൾ സമർപ്പിക്കുക, അവരുടെ ഇഷ്ടത്തിന് വേണ്ടി, അവരുടെ പ്രീതിക്ക് വേണ്ടി വ്യത്യസ്തമായ ആരാധനാ കർമ്മങ്ങളൊക്കെ ചെയ്യുക. ഇതിനൊക്കെയുള്ള ഒരു കാരണമായിട്ട് ഈ ലോകത്ത് എല്ലാ കാലത്തും പറയപ്പെട്ട 3 കാരണങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഒന്നാമത്തേത് നോക്കൂ, അള്ളാഹു പറയുന്നത് വല്ലദീന തഖദൂ മിൻ ദൂനിഹി ഔലിയാ, വല്ലദീന തഖദൂ മിൻ ദൂനിഹി ഔലിയാ, അള്ളാഹുവിനെ കൂടാതെ മറ്റു ചിലരെ, മഹാന്മാർ, അവരെ തങ്ങളുടെ ഔലിയാ, ഔലിയാ എന്ന് പറഞ്ഞാൽ രക്ഷാധികാരികൾ, നമ്മളെ രക്ഷിക്കാനും നമ്മളെ സഹായിക്കാനും നമ്മൾ പറഞ്ഞാൽ കേൾക്കാനും നമ്മൾ ആവശ്യങ്ങൾ പറഞ്ഞാൽ അത് അംഗീകരിക്കാനും ഒക്കെ സാധിക്കുന്ന ആളുകൾ എന്നുള്ള നിലക്കാണ് ഔലിയാ എന്ന പദപ്രയോഗം നടത്തിയത്. അങ്ങനെ അള്ളാഹുവിന് പുറമെ, അള്ളാഹിനോടാണ് പറയേണ്ടത്, അത് അള്ളാഹുവിനെ മാറ്റി നിർത്തി ചില ഔലിയാക്കളെ അവർ ജീവിതത്തിലേക്ക് സ്വീകരിച്ചതിൻ്റെ കാരണമായിട്ട് പണ്ട് കാലം മുതലേയുള്ള ജനങ്ങൾ പറയുന്ന ഒരു വ്യാഖ്യാനം എന്താ? നിങ്ങൾ മാ നഅ്ബുദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫാ, ഞങ്ങൾ ഈ ആളുകളെ വിളിക്കുന്നതും അവർക്ക് നേർച്ചകളും വഴിപാടുകളും ഒക്കെ നടത്തുന്നതും അവർക്ക് ആരാധനകൾ സമർപ്പിക്കുന്നതുമൊക്കെ അവർ ദൈവമാണെന്നോ അവരാണ് അള്ളാഹു എന്നോ അവർ അള്ളാഹുവിനെ പോലെയാണോ എന്ന് വിശ്വസിച്ചിട്ടല്ല. മറിച്ച് ഈ ആളുകളൊക്കെ അള്ളാഹുവിൻ്റെ അടുക്കൽ ഉയർന്ന സ്ഥാനങ്ങളുള്ള ആളുകളാണ്, അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ആളുകളാണ്. അതുകൊണ്ട് ഞങ്ങൾ ഇവർക്ക് കാര്യങ്ങൾ ചെയ്യുന്നത് ഇവർ അള്ളാഹുവുമായി നമ്മളെ അടുപ്പിക്കും. അതായത് ഇവരുമായി നമ്മളൊരു ബന്ധമുണ്ടാക്കിയാൽ ഈ മഹാന്മാർ അവരും അള്ളാഹുവും തമ്മിലുള്ള ആ അടുപ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർ നമ്മളെ അള്ളാഹുവുമായി അടുപ്പിക്കും എന്ന ബോധ്യം കൊണ്ടാണ് ഞങ്ങൾ അവർക്ക് ആരാധനകൾ ചെയ്യുന്നത്, ഞങ്ങൾ അവരോട് പ്രാർത്ഥിക്കുന്നത്, ഞങ്ങൾ അവർക്ക് നേർച്ചകളും വഴിപാടുകളും സമർപ്പിക്കുന്നത്. അവർ അള്ളാഹുവാണെന്നോ അവർക്ക് കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവുണ്ടെന്നോ അധികാരമുണ്ടെന്നോ ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. അവർ അള്ളാഹിന്റെ സൃഷ്ടികളാണ്. പക്ഷേ ഞങ്ങൾ അവരോട് പറയാൻ കാരണം അവർക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ ഉയർന്ന സ്ഥാനമുണ്ട്. ലോകത്ത് ആദ്യമായി പ്രത്യക്ഷപ്പെട്ട ശിർക്കിന്റെ രൂപം അതിങ്ങനെ തഫ്സീറുകൾ കാണാം. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലത്ത് ലാത്ത, ഉസ്സ, മനാത്ത തുടങ്ങിയ ചില പേരുകളുണ്ട്. ഈ ലാത്ത എന്ന് പറയപ്പെടുന്ന വ്യക്തി ഹജ്ജിന് വേണ്ടി മക്കയിൽ വരുന്ന ആളുകൾക്ക് സൗജന്യമായിട്ട് ഭക്ഷണങ്ങളും വെള്ളങ്ങളും ഒക്കെ കൊടുത്തിരുന്ന ആളായിരുന്നു അത്രേ. അദ്ദേഹം ഒരു പാറപ്പുറത്ത് സാധാരണ ഇരിക്കാറ്.
ആളുകൾ അങ്ങോട്ട് ചെല്ലും, അദ്ദേഹം സൗജന്യമായിട്ട് അവർക്ക് വെള്ളമൊക്കെ കൊടുക്കും. അത് വലിയ ഉപകാരമായിരുന്നു ആ കാലഘട്ടത്തിൽ. ആളുകൾ നന്ദിയോടുകൂടി ലാത്തയുടെ ആ കർമ്മത്തെക്കുറിച്ച് പ്രശംസിക്കാറുണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹം മരണപ്പെട്ടു. അദ്ദേഹം മരണപ്പെട്ടപ്പോൾ ആ ലാത്ത ഇരിക്കുന്ന പാറയുടെ മുമ്പിലൂടെ പോകുമ്പോൾ ആളുകൾ പറഞ്ഞു തുടങ്ങി, അയാൾ ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു, അയാളുള്ള കാലം എത്ര നല്ല കാലമായിരുന്നു. ആ ലാത്തയെ പിന്നീട് മറക്കാതിരിക്കാൻ ലാത്ത ഇരുന്ന പാറയിൽ അവർ ലാത്തയുടെ ശില്പം ഉണ്ടാക്കിയ ഒന്നുമില്ല, ഓർമ്മക്ക്, ബഹുമാനിക്കാൻ, ആദരിക്കാൻ. പക്ഷേ ആ ശില്പം പിന്നീട് ആദരവിൽ നിന്ന് ആരാധനയിലേക്ക് വഴിമാറി. ദൈവാന്ന് വിചാരിച്ചിട്ടല്ല, അല്ലെന്ന് വിചാരിച്ചിട്ടല്ല, നല്ല കാര്യം ചെയ്ത് നന്നായി ജീവിച്ച ഒരു വ്യക്തിയാണ്, അള്ളാഹുവിൻ്റെ അടുക്കൽ ഉയർന്ന സ്ഥാനമുള്ള വ്യക്തിയാണ്. അതുകൊണ്ട് ആ വ്യക്തിക്ക് നമ്മൾ ആരാധനകൾ സമർപ്പിച്ചാൽ ആ വ്യക്തി മുഖേന നമുക്ക് അള്ളാഹുവിലേക്ക് അടുക്കാൻ പറ്റും എന്ന ഒരു തെറ്റായ ധാരണ പണ്ട് കാലം മുതലേ ഈ ലോകത്ത് അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരുടെ മറുപടിയായിട്ടുണ്ടാവാറുണ്ട് എന്ന് അള്ളാഹു താല നമ്മളെ പഠിപ്പിക്കാം. രണ്ടാമത്തേത് നോക്കൂ നിങ്ങൾ. രണ്ടാമത്തെ ഒരു വിഭാഗം പറയുന്നത് വയഅ്ബുദൂന മിൻ ദൂനില്ലാഹി മാ ലാ യളുറുഹും വലാ യൻഫഉഹും. ഒരു ഉപകാരമോ ഒരു ഉപദ്രവമോ ചെയ്യാൻ പറ്റാത്ത ആളുകളോടാണ് അവർ ആരാധനകൾ സമർപ്പിക്കുന്നത്. വയഖൂലൂന, അതെന്തിനാ നിങ്ങൾ അങ്ങനെ ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ അവർ പറയുന്ന ഒരു മറുപടി, ഹൗലാഇ ശുഫആഉനാ ഇൻദല്ലാഹ്. ഈ ആളുകൾ ഒരു പടച്ചോനല്ല, ഒരു പടച്ചോന്റെ അടിമകളാ. പക്ഷേ അവർ അള്ളാന്റെ അടുത്ത് ഉയർന്ന സ്ഥാനമുള്ള ആളുകളായതുകൊണ്ട് തന്നെ അവർ ഞങ്ങൾക്ക് വേണ്ടി അള്ളാനോട് ശുപാർശ ചെയ്യും. ഞങ്ങൾ തെറ്റുകുറ്റങ്ങളൊക്കെ ഉള്ള സംഭവിച്ച ആൾക്കാരാ. അള്ളാനോട് നേരിട്ട് അങ്ങോട്ട് പറഞ്ഞാൽ അത് അത്രത്തോളം നല്ലതാവൂല. പക്ഷെ ഇവരോട് ഞങ്ങൾ പറഞ്ഞാൽ ഇവർ ഞങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിന്റെ അടുക്കൽ ശുപാർശ നടത്തും. ഹൗലാഇ ശുഫആഉനാ ഇൻദല്ലാഹ്. ആ ആളുകൾ അള്ളാഹുവിന്റെ അടുക്കൽ ഞങ്ങൾക്ക് ശുപാർശ ചെയ്യും. അതുകൊണ്ടാണ് ഞങ്ങൾ അവർക്ക് ആരാധന ചെയ്യുന്നത്, അവരോട് പ്രാർത്ഥിക്കുന്നത് എന്നാണ് അന്ന് അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിച്ചിരുന്ന ആളുകൾ അതിന് നൽകിയ രണ്ടാമത്തെ വ്യാഖ്യാനം. ഇതൊക്കെ ഞാൻ പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടത് ഈ വ്യാഖ്യാനങ്ങളൊക്കെ വർത്തമാന കാലത്തും നമ്മൾ കേൾക്കുന്ന വ്യാഖ്യാനങ്ങളാണ്. നമ്മുടെ നാടുകളിലൊക്കെ അള്ളാഹു അല്ലാത്തവർക്ക് ആരാധനകളും പ്രാർത്ഥനകളും ഒക്കെ ചെയ്യുന്ന ആളുകളോട് നിങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നു എന്ന ചോദ്യത്തിന് അവർ പറയുന്ന മറുപടികളിൽ ഈ മറുപടികൾ ഉണ്ടാവും. മൂന്നാമത്തെ ഒരു മറുപടി എന്താ നിങ്ങൾ, ഞങ്ങൾ മഹാന്മാരോട് കാര്യങ്ങൾ ചെയ്യാൻ ചോദിക്കുന്നുണ്ട്, ആ മഹാന്മാർക്ക് സ്വന്തമായ കഴിവുകൾ ഉണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. പക്ഷെ അള്ളാഹു അവർക്ക് കഴിവുകൾ കൊടുത്തിട്ടുണ്ട്, ആ കഴിവിൽ നിന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത്. അവർക്ക് സ്വന്തമായിട്ട് കഴിവുകളില്ല. അവർക്ക് സ്വന്തമായിട്ട് കഴിവുണ്ട് എന്ന് വിശ്വസിക്കുമ്പോഴേ അത് ശിർക്കാവൂ. ഞങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്നില്ല. കഴിവ് അള്ളാഹുവിൻ്റെതാണ്. ആ അള്ളാഹു അവർക്ക് കഴിവ് കൊടുത്തിട്ടുണ്ട്, ആ കഴിവിൽ നിന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത്. സാധാരണയായി നമ്മുടെ കൂടെയൊക്കെയുള്ളവർ പറയുന്ന മറുപടികളിൽ ഒന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തെ ഒരു സംഭവം നമുക്ക് ഹദീസുകളിൽ ഇപ്രകാരം വായിക്കാം. നമ്മളൊക്കെ സാധാരണ ഹജ്ജിന് പോകുമ്പോൾ ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക് ഇന്നൽ ഹംദ വന്നിഅമത ലക് എന്ന തൽബിയത്ത് ചൊല്ലാറുണ്ട്. ശിർക്കിനെ പൂർണ്ണമായും നിരാകരിക്കുന്ന വാക്കുകളാണത്. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക്, അല്ലാഹുവേ നിന്റെ വിളിക്ക് ഉത്തരം നൽകി ഞങ്ങൾ ഇതാ വന്നിരിക്കുന്നു, വരുന്നു. ലബ്ബൈക ലാ ശരീക ലക്, ഒരു പങ്കുകാരും ഒരു വിഷയത്തിലും നിന്നോട് ചേർത്ത് വെക്കാൻ ഒരു പങ്കുകാരുമില്ല. അങ്ങനത്തെ അല്ലാഹുവേ നിന്റെ വിളിക്ക് ഉത്തരം നൽകി ഞങ്ങൾ ഇതാ വരുന്നു എന്നാണ് ഇപ്പോ നമ്മളൊക്കെ ചൊല്ലാറുള്ള തെൽബിയത്ത്. എന്നാൽ ജാഹിലിയ കാലത്തിലെ ഷിർക്ക് ചെയ്തിരുന്ന മനുഷ്യന്മാര് അവർ ചൊല്ലിയിരുന്ന തെൽബിയത്തിൽ ചില ഭാഗങ്ങൾ കൂടി കൂട്ടിവെച്ചു. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക് എന്നെത്തിയപ്പോൾ റസൂൽ പറഞ്ഞു അവിടെ നിർത്തി. ഇതുവരെ നിങ്ങൾ പറഞ്ഞിരുന്ന അടുത്ത വാക്കുണ്ടല്ലോ, അത് പറയാൻ പാടില്ലാത്ത വാക്കാ, അത് പറയരുത്, ഇവിടെ നിർത്തി എന്ന് പ്രവാചകൻ അവരോട് കൽപ്പിക്കുകയാണ്. ഇനിയുള്ളത് നിങ്ങൾ പറയുമ്പോൾ അത് വലിയ നാശമാണ്. പക്ഷെ അവർ നിർത്തിയില്ല.
അവർ ബാക്കി കൂടി പറഞ്ഞു, ലാ ശരീക ലക്, നിനക്കൊരു പങ്കുകാരുമില്ല എന്ന് പറഞ്ഞ ശേഷം അവർ പറഞ്ഞത് ഇല്ലാ ശരീകൻ ഹുവ ലക്, നിനക്ക് ചില പങ്കുകാരുണ്ട്, ആ പങ്കുകാർക്കുണ്ട് എന്ന് പറയുന്ന കഴിവുണ്ടല്ലോ, അത് അവരുടെ കഴിവല്ല, നീ കൊടുത്ത കഴിവാണ്. അതായത് നീ ചില കഴിവുകൾ കൊടുത്ത ആ കഴിവ് കൊണ്ട് ഞങ്ങളെ സഹായിക്കാൻ പറ്റുന്ന ചില പങ്കുകാർ നിനക്കുണ്ട് എന്ന് അവർ ആ തെൽബിയത്തിന്റെ ഭാഗമായി ചെല്ലിയപ്പോൾ പ്രവാചകൻ അവരെ നിശിതമായിട്ട് വിമർശിച്ചു. അതിന്റെ ഗൗരവം അവർക്ക് പറഞ്ഞു കൊടുത്തു. അതായത് അവർ അള്ളാഹുവിന് പുറമെ ആരാധനകളിൽ ചില പങ്കുകാരെ അള്ളാഹിന്റെ കൂടെ കൂട്ടുന്നുണ്ട്. ആ കൂട്ടുമ്പോൾ തന്നെ അവർക്ക് ബോധ്യമുണ്ട്, ഞങ്ങൾ ആരാധിക്കുന്ന ഈ പങ്കുകാർക്ക് സ്വന്തമായിട്ട് കഴിവും ശേഷിയൊന്നുമില്ല, പക്ഷേ അള്ള കൊടുത്ത കഴിവുണ്ട്, ആ കഴിവിൽ നിന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത്, അതുകൊണ്ട് കുഴപ്പമില്ല. നോക്കൂ, ഈ വിഷയത്തിൽ എന്താണ് അള്ളാഹുവിന്റെ തീർപ്പ്? അള്ളാഹു തആല വിശുദ്ധ ഖുർആനിൽ നമ്മളെ പഠിപ്പിക്കുകയാണ്. സൂറത്തുൽ ബഖറയുടെ 186 ആയത്ത്, നമുക്കേറെ സുപരിചിതമായ ആയത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബുൻ ഉജീബു ദഅവതദ് ദാഇ ഇദാ ദഅനി ഫൽയസ്തജീബു ലി വൽയുഅ്മിനൂ ബി ലഅല്ലഹും യർഷുദൂൻ. എന്നാ അർത്ഥങ്ങൾ? വഇദാ സഅലക ഇബാദി അന്നി, മുഹമ്മദ് നബിയെ, എൻ്റെ അടിമകൾ എന്നെക്കുറിച്ച് നിന്നോട് ചോദിച്ചാൽ. എങ്ങനെയാണ് അള്ളാഹിനോട് പ്രാർത്ഥിക്കുക? അള്ളാഹ് എവിടെയാ, കേൾക്കുവോ കാണുവോ? അങ്ങനെ അവർ എന്നെക്കുറിച്ച് നിന്നോട് ചോദിച്ചാൽ നീ പറയേണ്ട മറുപടി എന്താ? നിങ്ങൾ ഫഇന്നീ ഖരീബുൻ, ഫഇന്നീ, തീർച്ചയായും ഞാൻ. സാധാരണ ഖുർആനിൽ ഇതേ ശൈലി പ്രയോഗിക്കുമ്പോൾ എങ്ങനെ? വൈദാ സഅലക ഇബാദി അന്നി, മുഹമ്മദ് നബിയെ, എന്നെക്കുറിച്ച് അവർ നിന്നോട് ചോദിച്ചാൽ എന്നിടത്തൊക്കെ ഖുർആൻ വേറെ ആയത്തുകളിലൊക്കെ ചോദിച്ചാൽ നീ ഇപ്രകാരം പറഞ്ഞോളണം എന്ന് പറഞ്ഞിട്ട് അള്ളാഹു കാര്യം പറയല്. എന്നെക്കുറിച്ച് അല്ലെങ്കിൽ എന്തിനെങ്കിലും കുറിച്ച് അവർ നിന്നോട് ചോദിച്ചാൽ നീ ഇപ്രകാരം പറഞ്ഞോളണം, കുൽ, നീ ഇപ്രകാരം പറഞ്ഞോളണം എന്ന് അള്ളാഹ് പറയാറ്. പക്ഷെ ഇവിടെ ആ കുൽ എന്ന ഒരു പദം ഉണ്ടായില്ല. അള്ളന്നെ പറഞ്ഞ് ഫഇന്നീ ഖരീബുൻ, ഞാൻ അവരുടെ ഏറ്റവും അടുത്തുണ്ട്. ഉജീബു, ഞാൻ ഉത്തരം നൽകും, ഞാൻ ഉത്തരം നൽകും. ദഅവതദ് ദാഇ, വിളിക്കുന്നവന്റെ വിളിക്ക്. ദഅവത്ത് എന്ന് പറഞ്ഞാൽ വിളിന, ദുആ, പ്രാർത്ഥന എന്ന് കൂട്ടിക്കോളി. പ്രാർത്ഥിക്കുന്നവന്റെ പ്രാർത്ഥനക്ക്, എന്നെ വിളിക്കുന്നവന്റെ വിളിക്ക് ഞാൻ ഉത്തരം നൽകും. ഇദാ ദഅനി, അവൻ എന്നെ വിളിച്ചാൽ. ഇത്ര കൃത്യല്ലേ? ഞാൻ കൊടുക്കാനുള്ളതൊക്കെ മഹാന്മാരായ ആളുകൾക്ക് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അവരോട് ചോദിച്ചോളൂ, അവരോട് പറഞ്ഞോളൂ. അവർ പറഞ്ഞാൽ, അവർ ആവശ്യപ്പെട്ടാൽ, അവർ ശുപാർശ ചെയ്താൽ ഞാൻ തരാം എന്നല്ലല്ലോ റബ്ബ് പറഞ്ഞത്. ചോദിക്കുന്നവൻ എന്നോട് ചോദിക്കട്ടെ, അതിനല്ല പറഞ്ഞ്. അതല്ല വാക്ക്. നോക്ക്, ഫൽയസ്തജീബു ലീ, അവർ എന്നിൽ നിന്ന് ഉത്തരം തേടട്ടെ. അതായത് നമ്മൾ ഒരു കാര്യം ചോദിക്കുമ്പോൾ അത് അള്ളാഹുവിൽ നിന്ന് കിട്ടണം എന്നാഗ്രഹിച്ച് അവൻ എന്നോട് ചോദിക്കട്ടെ. ഫൽയസ്തജീബു ലീ വൽയുഅ്മിനൂ ബി, അവർ എന്നിൽ അതിശക്തമായി വിശ്വസിക്കുകയും ചെയ്യട്ടെ. ലഅല്ലഹും യർഷുദൂൻ, എങ്കിൽ അവർ നേർമാർഗത്തിലായേക്കും. ഇത്ര കൃത്യമായിട്ട് അള്ളാഹ് പറഞ്ഞില്ലേ? അപ്പോ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക, ആരാധനയുടെ എല്ലാ അംശങ്ങളും അള്ളാഹുവിന് മാത്രമാവുക, അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുക, ദിവ്യമായ സഹായം അള്ളാഹുവിനോട് മാത്രം ആവശ്യപ്പെടുക, ഇത് ഒരു മുസ്ലിമിന്റെ ജീവിതത്തിലെ ഏറ്റവും അടിസ്ഥാനപരമായ സംഗതിയാണ്. അത് ചെയ്യുന്ന ആളുകളെയാണ് പിശാച് പിഴപ്പിച്ച് ശിർക്കിലേക്ക് എത്തിക്കുക. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ജാഗ്രത കാണിക്കേണ്ട സംഗതി, ഏറ്റവും ഗൗരവത്തോടു കൂടി കാണേണ്ട സംഗതി ഈ ആശയമാണ്, ഈ തൗഹീദാണ്, ഈ കൃത്യമായ അംശമാണ്. അതെന്തേലായിക്കോട്ടെ, ബാക്കിയുള്ളത് നോക്കിയാൽ മതി. ഇല്ല, ഇതിനപ്പുറത്ത്
വേറെ ഒന്നുമില്ല, ഒക്കെ ഇതിന് ശേഷയുള്ളൂ. ഇത് ശരിയായിട്ടില്ലെങ്കിൽ വേറെ ഒന്നിനും പ്രസക്തിയില്ല. ഇത് ശരിയായാൽ അവൻ്റെ ജീവിതത്തിൽ അവന് സ്വർഗം പ്രതീക്ഷിക്കാം, അല്ലേ? അപ്പോൾ നമ്മൾ ഈ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് നെഞ്ചത്ത് കൈവച്ച് ആവർത്തിച്ച് പറയുന്ന ഒരു സമൂഹം എന്നുള്ള നിലക്ക് ആ പറച്ചിലിൻ്റെ ആശയവും ഗൗരവവും അതിൻ്റെ വലിപ്പവും നമ്മൾ ശരിക്കും ഉൾക്കൊള്ളണം. നമ്മുടെയൊക്കെ വീടുകളിൽ, നമ്മുടെയൊക്കെ സ്നേഹങ്ങളിൽ, ബന്ധങ്ങളിലൊക്കെ ഞാൻ ഈ പറയപ്പെട്ട ന്യായീകരണങ്ങൾ നടത്തി അല്ലാഹു അല്ലാത്തവർക്ക് ആരാധനകളും പ്രാർത്ഥനകളും സഹായാർത്ഥനകളും സമർപ്പിക്കുന്ന ദൗർഭാഗ്യവാന്മാരായ നിർഭാഗ്യവാന്മാരായ സഹോദരന്മാരുണ്ടാവാം. ചിലപ്പോൾ കാര്യങ്ങൾ വേണ്ടത്ര മനസ്സിലാവാത്തത് കൊണ്ടാവാം, ചിലപ്പോൾ തെറ്റിദ്ധരിച്ചു പോയത് കൊണ്ടാവാം. കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനുള്ള കഴിവും ശേഷിയും നമുക്കുണ്ടാവണം. അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ശിർക്കിൻ്റെ വലിയ അപകടത്തിൽ നിന്ന് അള്ളാഹു നമ്മളെയൊക്കെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദു അയ്യുഹന്നാസ് ഇത്തഖുല്ലാഹ്. അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും സൂക്ഷിച്ച് പാലിച്ച് ജീവിക്കണമെന്ന് ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഖതബനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദാത യൗമിൻ. ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങളോട് പ്രസംഗിച്ചു. ആരാണ് ഞങ്ങൾ? സ്വഹാബത്താണ്, പ്രവാചകന്റെ സ്വഹാബത്താണ്. പ്രവാചകന്റെ ചുണ്ടിൽ നിന്ന് മതം പഠിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടി നാടും വീടും വിട്ട് പൊരുതി ജീവൻ ത്യജിക്കാൻ ഒരുങ്ങിയ ആ സ്വഹാബത്ത്, അവരോട് റസൂൽ പ്രസംഗിക്കുകയാണ്. അയ്യുഹന്നാസ്, ജനങ്ങളെ, ഇത്തഖൂ ഹാദ ശിർക, നിങ്ങൾ ഈ ശിർക്കിനെ പേടിക്കണം കേട്ടോ. ആ പ്രയോഗം നോക്കി നിങ്ങൾ, എവിടെയോ ഉള്ള ഒരു ശിർക്കിനെ പറ്റിയല്ല. ഇത്തഖൂ ഹാദ ശിർക. ഹാദ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം അറിയാത്താരാ ഈ കൂട്ടത്തിലുള്ള? ഇത്തഖൂ ഹാദ ശിർക, ഈ ശിർക്കിനെ, അതായത് അവരുടെ മുമ്പിലുണ്ട് എന്ന് തോന്നുന്ന, അവരോട് പ്രവാചകൻ അപ്പങ്ങട്ട് പറഞ്ഞു വെച്ച ആ ശിർക്കിനെ കുറിച്ചാ പറയണേ. ഇത്തഖൂ ഹാദ ശിർക, നിങ്ങൾ പേടിക്കണം കേട്ടോ. ഫഇന്നഹു അഖ്ഫാ മിൻ ദബീബിൻ നംലി. ഉറുമ്പിന്റെ ചലനത്തെക്കാൾ രഹസ്യമായി ഗൂഢമായി അറിയാതെ അത് നിങ്ങളിലേക്ക് കയറി വരും കേട്ടോ. അതുകൊണ്ട് ശരിക്ക് ശ്രദ്ധിക്കണം കേട്ടോ. ഫഖാല ലഹു മൻ ശാഅ അൻ യഖൂൽ. അത് കേട്ടുകൊണ്ടിരുന്നപ്പോ ഭയചകിതരായ ആ സ്വഹാബത്തില് അവരിൽപ്പെട്ട ഒരാള് പ്രവാചകനോട് ചോദിക്കുകയാണ്, വകൈഫ നത്തഖീഹി വഹുവ അഖ്ഫാ മിൻ ദബീബിൻ നംലി യാ റസൂലല്ലാഹ്. റസൂലേ, ഇത്രയും ഗൂഢമായി രഹസ്യമായി അറിയാതെ ഈ മഹാദുരന്തം ജീവിതത്തിലേക്ക് കയറി വരുമെങ്കിൽ അതിനെ എങ്ങനെ നമ്മൾ പ്രതിരോധിക്കുക? നേർക്കുനേരെ വരികയാണെങ്കിൽ തടയാൻ കുറേ മാർഗമുണ്ട്. പക്ഷേ ഇത്ര രഹസ്യമായി ഗോപ്യമായി അറിയാൻ പറ്റാത്ത കോലത്തിൽ അത് കയറി വരുമെങ്കിൽ, അത് നമ്മുടെ നാട്ടിലൊക്കെ നിപ്പ വൈറസ് ഒക്കെ പടഞ്ഞു പിടിച്ച സമയത്ത് 1-2 ആൾക്കാരാ മരിച്ചത്. പക്ഷെ നാടൊട്ടുക്ക് ലോക്ക്ഡൗൺ ആയില്ലേ, ആൾക്കാർ പുറത്തിറങ്ങാതെ ആയില്ലേ. എന്താ കാരണം? ഇത് എവിടുന്ന വന്ന് ചേരുകയെന്ന് അറിയാത്തത് കൊണ്ട്, വന്നാൽ പിന്നെ മരണമല്ലാതെ വേറെ ഒരു മാർഗമില്ലാത്തത് കൊണ്ടും നമ്മളൊക്കെ വീടിൻ്റെ ഉള്ളിൽ അടച്ചിട്ടിരുന്നില്ലേ. അതിനേക്കാൾ അപകടം. അപ്പോൾ റസൂലിനോട് അവർ ചോദിക്കുക പേടിയോടുകൂടി, എങ്ങനെ റസൂൽ നമ്മളതിനെ പ്രതിരോധിക്കുക? ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഖൂലു, നിങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥനകളിൽ ഇപ്രകാരം എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കണം. അള്ളാഹിന്റെ കാവലിന് വേണ്ടി നിങ്ങൾ ഇപ്രകാരം തേടിക്കൊണ്ടിരിക്കണം. എന്താണ്? അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക മിൻ അൻ നുശ്രിക ബിക ശൈഅൻ നഅലമുഹു വനസ്തഗ്ഫിറുക ലിമാ ലാ നഅലം. അല്ലാഹുവേ, ഞങ്ങൾ അറിഞ്ഞുകൊണ്ട് ശിർക്കിന്റെ വഴിയിലേക്ക് പോകുന്നതിൽ നിന്ന് പടച്ചോനെ നിന്നോട് ഞങ്ങൾ അഭയം തേടുകയാണ്, കാക്കണം റബ്ബേ. വനസ്തഗ്ഫിറുക ലിമാ ലാ നഅലം, ഞങ്ങൾ അറിയാതെ
വല്ല പ്രവൃത്തിയും ശിർക്കിൻ്റെതായിട്ട് ഞങ്ങളുടെ ജീവിതത്തിൽ വരികയാണെങ്കിൽ പടച്ചോനെ ഈ പൊറുക്കണം കേട്ടോ. ഈ ആശയമുള്ള ഒരു പ്രാർത്ഥന, ശിർക്കിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പ്രാർത്ഥന നമ്മുടെ പ്രാർത്ഥനകളിൽ എപ്പോഴും ഉണ്ടാവണം. അതിനെക്കുറിച്ച് എപ്പോഴും നമുക്ക് നല്ല ബോധ്യമുണ്ടാവണം, ബോധമുണ്ടാവണം. അള്ളാഹു നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഷിർക്കിൻ്റെ മഹാപകടത്തിൽ നിന്ന് അള്ളാഹു നമ്മളെ കുടുംബങ്ങളെയും നമ്മളെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. തൗഹീദോടുകൂടി ജീവിച്ച് തൗഹീദോടുകൂടി മരണപ്പെടാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും സൗഭാഗ്യം നൽകുമാറാവട്ടെ. അള്ളാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻകും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم.